സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കിട്ടിയ ജോലി നഷ്ടപ്പെടുന്നവരുടെ അവസ്ഥ സാറിന് ഊഹിക്കാൻ പറ്റുമല്ലോ. അത്രയ്ക്ക് ആഗ്രഹിച്ചു വന്നത്. പ്ലീസ് സർ. ഞാൻ എന്തെങ്കിലും ചെയ്താലും ബോർഡ് മെമ്പേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്ക് തന്നെ അത് പ്രശ്നമാവും. സോറി സർ, ഞങ്ങളെ രണ്ടാളുടെയും സിറ്റുവേഷൻ അത്രയ്ക്ക് മോശമാ. കിട്ടിയ ജോലി കൂടി പോയാ ഓർക്കാനേ പറ്റുന്നില്ല സർ. പ്ലീസ്. മീര, നിങ്ങൾ രണ്ടാളും പെർഫോമൻസ് കണ്ടിട്ടാ ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്തത്. പക്ഷെ ഇപ്പൊ സ്വന്തം സർട്ടിഫിക്കറ്റ് പോലും സൂക്ഷിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത രണ്ടാളെയും ഈ കമ്പനിക്ക് പറ്റില്ല. അയ്യോ സർ, അത് നോ, പറയാനുള്ളത് പറഞ്ഞു. രണ്ടാൾക്കും പോവാം. റീന, ഇന്റർവ്യൂവിന് നെക്സ്റ്റ് കാൻഡിഡേറ്റിന് അപ്പോയിന്റ്മെന്റ് മെയിൽ ചെയ്തോളൂ. എന്താ മോളെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? പോയിട്ടാ ജോലിയുടെ കാര്യം എന്തായി? ഇല്ല അച്ഛമ്മേ, അതൊന്നും നടക്കില്ല. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഇല്ലാതെ എന്നെ അവിടെ ജോലിക്ക് എടുക്കില്ല. അവര് കുറച്ച് സ്ട്രിക്റ്റാ. സാരമില്ല, വേറെ കമ്പനി നോക്കാം. എവിടെ പോയാലെന്താ, അവിടെയും ഇതായിരിക്കുമല്ലോ സ്ഥിതി. സ്വന്തം സർട്ടിഫിക്കറ്റ്സ് പോലും സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരാളിന് എന്ത് വിശ്വാസത്തെ ജോലി തരുമെന്ന് എന്നോട് കമ്പനിയുടെ MD ചോദിച്ച. ജീവിതത്തിൽ എന്തെങ്കിലും ജോലി ചെയ്ത് രക്ഷപ്പെടാന്ന് വെച്ചാ അതിന് നിവർത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? മോളെ, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ പറയാൻ പാടില്ലാത്തതാ. പക്ഷേ പറയാതെങ്ങനെയാ? ഇവിടെ ദേവനിപ്പോ അതിനേക്കാൾ പ്രശ്നോ? എന്താ ചമ്മേ, സാറിന് എന്താ പ്രശ്നം? ഒരേ നിർബന്ധം. ഭക്ഷണം കഴിക്കുന്നില്ല, അത്ര തന്നെ. സാരല്ല, അച്ഛമ്മ നിർബന്ധിച്ച അച്ഛൻ കഴിച്ചോളൂ. ഞാനും യമുനയും മാറി മാറി പറഞ്ഞതാ. ആര് കേൾക്കാൻ? എപ്പോഴും ആലോചിച്ച് ഒരേ ഇരിപ്പ്. കണ്ടിട്ട് നെഞ്ചു പൊടിയുന്നു. ഈ കണക്കിന് ദേവന്റെ പോക്കെങ്കിൽ അവൻ എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല മോളെ. ഇനിയും ഇതിലും വലിയ എന്തോ വിപത്ത് വരാനുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അവൻ ശരിക്കും എന്തെങ്കിലും കഴിച്ചാ മതിയായിരുന്നു. പഴയ പോലെ അമ്മയെന്നൊന്ന് വിളിച്ചാ മതിയായിരുന്നു. പാവം എന്റെ മോൻ ആകെ തകർന്നു. ഈ കുടുംബത്തിൽ അടിക്കടി അനർത്ഥങ്ങളാണല്ലോ എന്റെ ഈശ്വര. എല്ലാം കാണാനും കേൾക്കാനും ഇങ്ങനെ ഒരു ജന്മം. എന്താ അമ്മ ഇങ്ങനെ? അച്ഛന്റെ ഈ അവസ്ഥ അമ്മ കാണുന്നില്ലേ? എന്നും എന്ത് പ്രതിസന്ധി വന്നാലും അച്ഛന്റെ മനസ്സിന് ധൈര്യം നൽകിക്കൊണ്ടിരുന്നത്
അമ്മയല്ലേ? എന്നിട്ടിപ്പ എന്താ അച്ഛനെ ഒന്ന് ആശ്വസിപ്പിക്കെങ്കിലും ചെയ്യാത്ത? അച്ഛനും ഈ കുടുംബത്തിന് ആശ്വാസമാകുമെന്ന് കരുതിയ ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോവാന്ന് കരുതിയ. എന്നിട്ടിപ്പോ അവിടെ നടന്നതെല്ലാം അമ്മ അറിഞ്ഞല്ലോ അല്ലേ? അമ്മയുടെ മീരമോള് മാത്രം എന്താ അമ്മ എങ്ങനെ ആയിപ്പോയെ? എന്ത് തുടങ്ങിയാലും ഒരപശകുനം പോലെ. പറയമ്മ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ? പറയമ്മ. എന്റെ അമ്മ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ കാര്യം വിട്ടേക്ക്. അച്ഛന്റെ കാര്യത്തില് എപ്പോഴും അമ്മയ്ക്കൊരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണം. കേട്ടല്ലോ അമ്മ? അമ്മ അത് സമ്മതിച്ചല്ലോ. കണ്ടില്ലേ പുഞ്ചിരിക്കുന്നത്? അമ്മ സമ്മതിച്ചു. എനിക്ക് സന്തോഷായി. അമ്മേ, അപ്പൊ പറഞ്ഞതുപോലെ അച്ഛന്റെ കാര്യം അമ്മയുടെ പ്രത്യേക ശ്രദ്ധ വേണം. അത് മറക്കണ്ട. കേട്ടല്ലോ? ശരി. സർ, സർ, ഇത് കഴിക്കണം സർ. സാർ ഇതൊന്ന് കഴിക്കണം. വേണ്ട ഗൗതം, എനിക്ക് വിശപ്പില്ല. അത് പറഞ്ഞാൽ പറ്റില്ല. ഇതൊന്ന് കഴിച്ചട്ടെ. വേണ്ട ഗൗതം, പൊക്കോ. സർ, ഇത് കഴിക്കുന്നത് സാറിന് വേണ്ടിയല്ല, ഇവിടെ അമ്മയ്ക്കും മറ്റുള്ളവർക്കും വേണ്ടിയാ. കഴിക്കണം സർ, പ്ലീസ്. വേണ്ട ഗൗതം, എനിക്ക് വിശപ്പില്ലാത്തോണ്ടാ. വേണ്ട, വേണ്ടെങ്കിൽ കഴിക്കണ്ട. ഇപ്പൊ മാത്രമല്ല, ഒരിക്കലും കഴിക്കണ്ട. അങ്ങനെ ദേവൻ സാറ് പട്ടിണി കിടക്കണം, അതാ വേണ്ടത്. സാറ് നിരാഹാര വ്രതം ഇരുന്ന പിന്നെ ഇവിടെ അമ്മയും അച്ഛമ്മയും മീരയും ഞാനും ആരും ഒന്നും കഴിക്കില്ലല്ലോ. അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശവും. ഇപ്പൊ ആ പ്ലാനിംഗ് പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. അവർക്കിനി സന്തോഷിക്കാൻ മറ്റെന്താ വേണ്ടത്? ഇപ്പൊ എനിക്കൊരു കാര്യം ബോധ്യമായി. വളരെ താമസിക്കാതെ അവരുടെ പ്രതികാരം പൂർണ്ണമാവും. അത് തീർച്ചയാ. സാറിന്റെ ഈ പതനം കണ്ട്, ഈ കുടുംബത്തിന്റെ അവസ്ഥ കണ്ട് ആ സ്വപ്നം അവിടെ ആഘോഷിക്കുന്നുണ്ടാവും. അത് മനസ്സുകൊണ്ട് എനിക്കിപ്പോ ശരിക്കും കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം സാറിന്റെ സ്വന്തം വീട്, ബിസിനസ്, പിന്നെ സാറിന്റെ മനസ്സിന്റെ കടിഞ്ഞാണ്. അത് ആ സ്വപ്ന കൈക്കലാക്കി കഴിഞ്ഞു എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇല്ല, ഒരിക്കലും തളരില്ല. ഞാൻ തളരില്ല ഗൗതം. നടക്കും സർ, ഉറപ്പായി നടക്കും. അത് തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സാറിനെയും കുടുംബത്തെയും തീർത്തും ഇല്ലാതാക്കുക എന്നുള്ള ടാർഗറ്റ് സ്വപ്ന വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക. സാറ് മാത്രം അത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ശരിക്കും സാറിന്റെ ഈ അവസ്ഥ അവരാഘോഷിച്ചുകൊണ്ടിരിക്കുക, സംശയമില്ല. സ്വയം ഇങ്ങനെ ഉരുകി തീരണോ, അതോ അതേ നാണയത്തില് അതിനേക്കാൾ ശക്തമായി ശത്രുവിനെ തിരിച്ചടിക്കണോ? എന്താ വേണ്ടെന്ന് സാർ തന്നെ ആലോചിക്കുക.
സർ വെള്ളം കുടിക്കാം. ഈ കുടുംബം ഇത്രനാൾ അനുഭവിച്ച സൗഭാഗ്യങ്ങളെല്ലാം വർഷങ്ങൾക്ക് മുൻപ് മീരയുടെ അമ്മയുടെ പേരില് സാർ പടിപടിയായിട്ട് ഉണ്ടാക്കിയതല്ലേ. അന്ന് സാർ സ്നേഹിച്ച മീരയുടെ അമ്മ വിട്ടുപിരിഞ്ഞിട്ട് പോലും സാറ് തളരാതെ പിടിച്ചു നിന്നു. പിന്നെ ഒറ്റയ്ക്കെല്ലാം പൊരുതി നേടി. സാറ് ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ സാർ ഒറ്റയ്ക്കല്ല, മീര, ഞാൻ, എല്ലാവരും ഒപ്പമുണ്ട്. ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെ. അപ്പോ സാർ എന്തിനാ വിഷമിക്കുന്നേ? നമ്മള് ഒരുമിച്ച് നിന്ന് എല്ലാം നേടും സാർ. എല്ലാ ഐശ്വര്യങ്ങളും നമ്മൾ തിരിച്ചു നേടും. സാർ എന്നെ വിശ്വസിക്കാം. കഴിക്കണം സാർ. അയ്യോ, എന്താ ഇത്? മോടെ ഫോട്ടോ അല്ലേ ഇത്? വളരെ നന്നായിട്ടുണ്ട്, ശരിക്കും നന്നായിട്ടുണ്ട്. ഇപ്പോഴാ ഈ വീട് ശരിക്കും മനോഹരമായത്. ഇനി ഈ വീടും സ്വത്തുമെല്ലാം എന്റെ മോടെ പേരിലായി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. അതിനി അധിക ദിവസമൊന്നും വേണ്ടി വരില്ലമ്മേ. അകിനിൽ നിന്നും എന്റെ പേരിലേക്ക് എഴുതി വാങ്ങും. പിന്നെ അതെന്റെ മോൾക്ക്. നമ്മുടെ അകിനെ ഞാൻ ഉപേക്ഷിക്കില്ല. അവനെ കൊണ്ട് എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിച്ചാൽ പിന്നെന്താ പ്രശ്നം? അതിനു മുമ്പ് പ്രീതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം. ദേവന് കൂടുതൽ വേദന കൊടുക്കുന്ന ഒന്ന് അതുണ്ടാവണം. മാഡം, ഇതെവിടെ വെക്കേണ്ടേ? ഇത് അവിടെ വെച്ചോളൂ. ശരി ശരി മാഡം, ക്യാഷ് പേ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഇതെന്താ? ഫോട്ടോയാ, ഞാൻ ഫ്രെയിം ചെയ്യിപ്പിച്ചത്. ഓ, അകിന്റെ നിന്റെ കല്യാണ ഫോട്ടോ ആണല്ലേ? അകിൻ വരൂ. ഇതൊന്ന് തുറക്കാൻ ഹെൽപ്പ് ചെയ്തേ. ഇത് രാധികമ്മയുടെ ഫോട്ടോ അല്ലേ? അതെ, ഇത് രാധിക വല്യമ്മയുടെ വീട്. ഇവിടെ ഇരിക്കേണ്ട ഫോട്ടോയും അതാ. ഇത് പിടിച്ച് അങ്ങ് തന്നെ. ശരിയാ, ഈ ഫോട്ടോയുടെ കുറവ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതിവിടെ വെച്ചപ്പോഴാ ശരിക്കും ഐശ്വര്യം വന്നു.
ഇത് നമ്മുടെ ഫാമിലി ഫോട്ടോ അല്ലേ? അതെ, എന്റെ ഫാമിലി ഫോട്ടോ. ശരിക്കും അവിടെ വെക്കേണ്ട ഫോട്ടോ ഇതാ. വന്നേ, ഇത് പിടിച്ച്. പ്രീതി, ഇതിന്റെ ആന്റിയുടെ ഫോട്ടോയാ. ഇവിടെ തന്നെ വേണോ? വേണം. ഫാമിലി ഫോട്ടോ ഇവിടെ തന്നെയാ വെക്കേണ്ടത്. നീ ഇതൊന്ന് പിടിച്ച, പിടിക്ക. ഇനി അധികം തന്നെ. ശരിയാ, ആന്റിയുടെ ഫോട്ടോ രാധികാമ്മ മരിച്ച് വിളക്ക് വെച്ചില്ലേ, അവിടെ വയ്ക്കാം. ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ ഉണ്ട്, അവിടെ ഇരുന്നാ മതി. സ്ഥിരമായ ഒരു പൂമാലയൊക്കെ ചാർത്തി മുന്നിൽ വിളക്കൊക്കെ വെച്ച് അലങ്കരിച്ച്. നീ എന്താടി പറയുന്നത്? എന്റെ മോളെ കൊല്ലുമെന്നോ? എന്നല്ലേടി നീ ഉദ്ദേശിച്ചത്? വേണ്ട, അവള് പറയട്ടമ്മേ, എന്നെ എന്തു വേണമെങ്കിലും പറയട്ടെ. അറവുകാരന് വിറ്റ ആട് അവസാന നിമിഷം വരെ വരാൻ പോകുന്ന വലിയ ആപത്തറിയാതെ തുള്ളിച്ചാടും. കഴുത്തിൽ കത്തി വീഴുമ്പോ ഒന്ന് ശരിക്കും നിലവിളിക്കാൻ പോലും അതിന് കഴിഞ്ഞെന്ന് വരില്ല. അറവുകാരന് കൈമാറിക്കഴിഞ്ഞ ആടായി വിളിപ്പോ. ഇനി എന്താ ഏതാന്നൊക്കെ അവൻ തീരുമാനിക്കും, അല്ലേ അമ്മേ? അല്ല, ഇത്ര രാവിലെ അച്ഛനിത് എവിടെ പോയതാ? അച്ഛമ്മേ, അച്ഛനിത് എവിടെ പോയതാ? വെളുപ്പിനെ തന്നെ പുറപ്പെട്ടതാ. വെളുപ്പിനെ പോയോ? എവിടേക്ക്? പുറത്തേക്ക് പോയതാ. പുറത്തേക്കോ? അതും അച്ഛൻ ഒറ്റയ്ക്കോ? അമ്മ അതിന് സമ്മതിച്ച എന്തിനാ? എന്തോ അത്യാവശ്യ കാര്യത്തിനാണെന്നാ പറഞ്ഞ്. എന്നാലും അമ്മ, അച്ഛൻ ഒറ്റയ്ക്ക്, അതും ഇപ്പോഴത്തെ അച്ഛന്റെ അവസ്ഥയില്. മനസ്സിലൊന്ന് തീരുമാനിച്ച നമ്മൾ ആരെങ്കിലും തടഞ്ഞ ദേവൻ നിൽക്കോ മോളെ? ശരിയാ. എന്നാലും പ്രീതിയുടെ കാര്യം ഓർത്ത് ആകെ ടെൻഷനില്. ഈ ഒരവസ്ഥയില് അച്ഛനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടണ്ടായിരുന്നു. ഏതോ ഫ്രണ്ട്സിനെയൊക്കെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്ന് അമ്മയോട് പറഞ്ഞോ? അതേന്നേ, ഫ്രണ്ട്സിനെ കണ്ടിട്ട് വേഗം തിരിച്ചെത്തുമെന്നും പറഞ്ഞു. ഇന്ന് ദേവേട്ടന് നല്ല മാറ്റം ഉള്ളതുപോലെ എനിക്ക് തോന്നിയത്. രാവിലെ കുളിച്ച് ഫ്രഷായി പഴയതുപോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട്. മാത്രമല്ല, ഞാൻ നിർബന്ധിക്കാതെ തന്നെ ചായ വാങ്ങി കുടിച്ചിട്ടാ പോയത്. അതെ, ശരിക്കും ദേവേട്ടന് നല്ല മാറ്റമുണ്ട്. ഇനിയും നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള തോന്നൽ ആൾക്കുണ്ടായതുപോലെ തോന്നുന്നു. എത്രയും പെട്ടെന്ന് എന്റെ ദേവൻ പഴയ രീതിയിലായാ മതിയായിരുന്നു. ശരിയാവും അച്ഛമ്മേ, എല്ലാം ശരിയാവും. അമ്മ പറയുന്ന കേട്ടപ്പോ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. ഫ്രണ്ടിനെ കാണാൻ അച്ഛൻ പോയിട്ടുണ്ടെങ്കിൽ
അച്ഛൻ ശരിക്കും നല്ല എന്തോ തീരുമാനം എടുത്തിട്ടുണ്ട്. പുതിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങാൻ ചിലപ്പോ പ്ലാൻ ഉണ്ടാവും. ദൈവമേ, നല്ല ബുദ്ധി തോന്നിയല്ലോ. അതേക്കുറിച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ആരെങ്കിലും ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയതായിരിക്കും. അതെ, അങ്ങനെ അവനെ വഴിയുള്ളൂ. ഈശ്വര, എന്തായാലും അച്ഛന്റെ ഈ ഒരു മാറ്റം നല്ലതാ, നല്ലതിന് വേണ്ടിയാ. എല്ലാം നന്നായി വരാൻ പോവാ. ആ ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്ന ചായയാ. സംസാരത്തിനിടയില് തരാൻ മറന്നു. ദാ, കുടിക്ക്. നല്ല ചായ, നല്ല മധുരമുണ്ട്. ഇന്ന് സ്പെഷ്യലാ? അല്ലല്ലോ, ഇത് ഞാൻ എന്നും ഇടുന്ന പോലെ തന്നെ ഇട്ട ചായയാണ്. അങ്ങനെ സ്പെഷ്യൽ ടേസ്റ്റ് വരാൻ ഇല്ല. അതെ, ചായ സ്പെഷ്യൽ ആയതുകൊണ്ടല്ല, ദേവന്റെ ഈ മാറ്റം എന്റെ മോളെ മനസ്സ് നിറച്ചു. അതുകൊണ്ടാ കുടിച്ച ചായ സ്പെഷ്യലായിട്ട് തോന്നിയേ, കൂടുതൽ മധുരവും തോന്നുന്നേ. ഈ തലയ്ക്കകത്ത് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ? പിന്നെ നിന്നെ പോലെയാണെന്ന് കരുതിയോ? അവള് പോകുന്നത് കണ്ടില്ലേ അമ്മ? അച്ഛനെ ഓർത്ത് അത്രയ്ക്ക് വിഷമിച്ച് കഴിയായിരുന്നു. ഇപ്പോ ആ മനസ്സ് തണുത്തു. പാവം കുട്ടി. എന്റെ കൃഷ്ണ, ഈ സന്തോഷം എന്നും നിലനിന്നാ മതിയായിരുന്നു. ഭഗവാനെ, ഹലോ സാറേ, പൈസ തന്നില്ല. പിന്നെ എത്രയായി? 250. ആ കാശ് വേഗം എടുക്ക് സാറേ, എനിക്ക് വേറെ ഓട്ടോ ഉള്ളതാ. പൈസ എന്താ കാശ് എടുക്കാൻ ഇത്ര പ്രയാസം? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പേഴ്സ് എടുക്കാൻ മറന്നു. പേഴ്സ് എടുക്കാൻ മറന്നു? ആളെ കളിയാക്കെ? അല്ലല്ല, ഓട്ടോയിൽ കയറിയപ്പോഴേ തോന്നി എന്തോ വശപ്പശാകാന്ന്. മര്യാദയ്ക്ക് കാശ് എടുക്കണം.